നീ എന്നാ ഇപ്പൊ ചെയ്യുന്നാടാ? ഞാൻ എന്താ ചെയ്യുന്നത് അച്ഛന് കണ്ടൂടെ? ഈ തെങ്ങിന് നല്ലോണം വളവിട്ട് കൊടുക്കണം, എന്നാലേ നല്ലോണം തേങ്ങ കിട്ടും. നല്ലോണം വളവിട്ടാലോ നല്ല തേങ്ങ ഉണ്ടാവുന്ന ഇപ്പോഴാ നീ മനസ്സിലാക്കുന്നു? അത് പിന്നെ അച്ഛൻ വലിയ ഭർത്താനെന്ന് പറയണ്ട കേട്ടോ. എൻ്റെ ഈ കോലം കണ്ടാ, നിങ്ങൾ ചെറുപ്പത്തിൽ എനിക്ക് പോഷകാഹാരം തരാതെയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ടാണ് എൻ്റെ ഈ കോലം ഇങ്ങനെ. നിന്റെ കോലത്തിനെന്താ കുഴപ്പം? പണ്ടിടെ കറവുണ്ടാവുമ്പം ആ പാല് മുഴുവൻ നീയല്ലേ കുടിക്കല്? പാല് നീയല്ലേ കുടിക്കല്? അതുകൊണ്ട് നിന്റെ നല്ല ആരോഗ്യം ഉണ്ടല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആരോഗ്യം മയത്ത് കൊത്ത്. എന്നോടുള്ള ദേഷ്യം നീ ആ തെങ്ങിനോട് കാണിക്കണ്ട. അച്ഛനെന്താ പറഞ്ഞത്? ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളെ പശുവിന്റെ പാല് മുഴുവൻ ഞാനാ കുടിച്ചിരുന്ന. അതാണ് എനിക്ക് തീരെ പഠിക്കാത്ത. പശുവിന്റെ പാല് കുടിക്കാൻ ഞാൻ എന്താ പശുവിന്റെ കുഞ്ഞാ? എടാ നീ മാത്രം കുടിച്ചതല്ല പറഞ്ഞേ, ഞാനും കുടിച്ചിട്ടുണ്ട്, നിന്റെ അമ്മയും കുടിച്ചിട്ടുണ്ടെന്ന്. ആ അങ്ങനെ പറ. അച്ഛനും അമ്മയും നല്ലോണം കുടിച്ചു, എനിക്ക് കുറച്ചേ പാല് തന്നിട്ടു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ. പണ്ട് ഇവിടെ കറവുണ്ടായതാ പശുവോട് ചോദിക്കണം, നീ എത്ര പാലാ കുടിച്ചിരുന്നു? ആ പിന്നെ എനിക്ക് 5 വയസ്സുണ്ടാവും ഞാൻ പാല് കുടിച്ച പശുവിനെ പോയിട്ട് ഇനിയിപ്പോ തപ്പിക്കൊണ്ടിരിക്കാം. ഞാൻ എത്ര പാല് കുടിച്ച് അറിയാൻ വേണ്ടി. നീ ഇങ്ങനെ പോയിട്ട് അതൊക്കെ പണിയെടുക്ക്. നീ ഇപ്പൊ നല്ലോണം കൊത്തുന്നുണ്ടല്ലോ, അതാ പണ്ട് പാല് കുടിച്ചതിന്റെ ഉഷാറല്ലേ? അതെ, അച്ഛൻ ഇങ്ങനെ ബടായി പറഞ്ഞോണ്ട് നിൽക്കണ്ട, എന്തെങ്കിലും പണിക്ക് പോവാൻ നോക്കും. ആ ഈ വയസ്സുകാലത്ത് ഞാൻ എന്ത് പണിക്കാടാ പോണ്ടേ? ആ അച്ഛന് വയസ്സായി എന്നുള്ള ശരിയാണ്. എനിക്ക് വയസ്സായിട്ടല്ല, എനിക്ക് ഇനി ജീവിക്കണ്ടേ, എന്നെ ആരും പോറ്റും. അതുകൊണ്ട് അച്ഛനെ പണിക്ക് പോ. നീ എന്തിനാടാ പറയുന്നത്? നിന്റെ അമ്മ പറയുന്ന പോലെ? ഞാൻ പറയുന്ന പോലെ അമ്മയും അച്ഛനോട് പറയാറുണ്ടല്ലേ. എടാ ഞാൻ എക്സ് ഗൾഫുകാരനായോണ്ട് എനിക്ക് പ്രവാസിന്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാടാ പണിക്ക് പോകുന്നു? അച്ഛന് നാടും അങ്ങനെ ഉടുപ്പില്ലേ, പണിക്ക് വേണ്ടി ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാൻ. ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതേപോലെ വർത്താനം പറഞ്ഞുകൊണ്ട് കൈക്കോട്ടെടുത്ത് കൊത്താൻ പാടില്ല. അതാ ഇപ്പൊ നിനക്ക് പറ്റിയത്. എടാ നിന്നെ ഇത്രത്തോളം പോറ്റി നിന്നെ ഇതാക്കിയില്ലേ, ആ കുറ്റം പറഞ്ഞതിന് കിട്ടിയ കൂലിയായത്. അയ്യോ വേണ്ടാത്ത ഈ കാല് വേദനയ്ക്ക് വേണ്ടാത്ത ഭക്ഷണം പറയല്ലേ. എന്റെ കാല് അയ്യോ വേദന. അയ്യോ എടാ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ചു തരാം, അത് നിന്റെ കാലിന് വരച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റ് പച്ചന്ന് എനിക്ക് വേണ്ട, എനിക്ക് അലർജിയാണ്. ചെറുപ്പത്തിന്റെ കാല് മുറിയുമ്പോ അല്ല ഞാൻ ഇവന്റെ പറിച്ചിട്ട് എനിക്ക് തരുന്നത്, പിന്നെ എന്ത് അലർജിയാത്? എന്റെ അച്ഛൻ അത് ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പച്ച ഓക്കെ, ഇപ്പൊ ഞാൻ കോൺഗ്രസ് ആണ്, എനിക്ക് പറ്റൂല, അലർജി അത്. നീ മാത്രമല്ല എന്റെ അമ്മയും കോൺഗ്രസ് ആയിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുമ്പേ അവളെ എന്റെ പാർട്ടി ചേർന്നു. അച്ഛൻ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എന്നെ കാലിൽ ചോര വരുന്നത്. അതൊരു ചെറിയ മുറിവല്ലേ, ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം കൊടുത്തരാം. അയ്യോ ഏത് സമയത്തപ്പ ഈ തെങ്ങിന് കിളക്കാൻ തോന്നിയത്? അയ്യോ ഇതാ ഉപ്പ് വെള്ളം, എന്നാ നിന്റെ കാലിൽ വെച്ചാ പോവും. ഒഴിക്കടാ, നോക്കിക്കാതെ ഒഴിക്ക്. കാല് പുകച്ചെടുക്കുന്ന തോന്നുന്നത്. അയ്യോ കാല് വരണ്ടത്, കാല് പോച്ചലെടുക്കുന്നത്. അച്ഛൻ കരുതി കൂട്ടി പോച്ചലെടുക്കുമ്പോൾ പറ്റിയ പണിയാണല്ലേ ഇത്. അത് ഒഴിക്കുമ്പോ പോച്ചലെടുക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. അച്ഛൻ ഇത് പറയാ ഇങ്ങനെ. എടാ നിന്റെ അമ്മ മരിച്ചിട്ട് 10 വർഷമായി. എന്റെ അമ്മയുടെ ഓർമ്മക്ക് വെച്ച തെങ്ങാ അത്. അമ്മയുടെ ഓർമ്മക്ക് വെച്ച തെങ്ങായത്? അച്ഛൻ ആള് മോശമില്ലല്ലോ. അച്ഛൻ ഇതെന്താ എന്നോട് നേരത്തെ പറഞ്ഞില്ല? നീ തെങ്ങിന്റെ ചൂട്ടിലിരുന്നിട്ടാ നീ എന്നെ കുറ്റം പറഞ്ഞത്, അത് അവക്ക് പിടിക്കൂല. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു അമ്മക്ക് അച്ഛനോടല്ലേ? എടാ ഇത് വെറും ഒരു തെങ്ങല്ല. ആ അത് എനിക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ തെങ്ങല്ല, ഇതെന്റെ ഭാര്യയും കൂടിയാണ്. ഈ തെങ്ങ് എന്റെ അമ്മയും കൂടിയാണല്ലോ. അമ്മേ